തൊടുപുഴയിൽ ലഹരി സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ യുവാവിന് പരിക്കേറ്റു. തൊടുപുഴ തെക്കുംഭാഗം സ്വദേശി ഫൈസൽ നാസറിനാണ് പരിക്കേറ്റത്. ഫൈസലിനെ മർദ്ദിച്ചവരെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. കഴിഞ്ഞയാഴ്ചയാണ് തൊടുപുഴ അണ്ണായിക്കണ്ണത്ത് രണ്ട് ചേരിയിലുള്ള ലഹരി സംഘങ്ങൾ ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിനിടെയുണ്ടായ ആക്രമണത്തിൽ കമ്പി കൊണ്ടുള്ള അടിയേറ്റ് ഫൈസലിന് ഗുരുതര പരിക്കേറ്റു. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഫൈസലിന്റെ വലതുകാലിൽ 4 ഒടിവുകളും തലയോട്ടിയിൽ പൊട്ടലും കാഴ്ചയ്ക്ക് തകരാറുമുണ്ട്. സംഘർഷ സ്ഥലത്തെത്തിയ തൊടുപുഴ പോലീസ് 7 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ അണ്ണായിക്കണ്ണം സ്വദേശി റോബിന്റെ അറസ്റ്റ് മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഫൈസലിനെ മർദ്ദിച്ച ലഹരി സംഘത്തെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ല എന്ന് ഫൈസലിന്റെ അമ്മ ആരോപിച്ചു. അറിയുന്നവരെ 2-3 പേരെ ഒരു പോലീസുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ആരാ എന്ന് 7 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ. അവിടെ നിന്നവരെല്ലാവരെയും കൂടെ കൂടി 11 പേരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിന്. അത് ന്യൂസിൽ വന്നാണ്, എനിക്കറിയില്ല സത്യമാണെന്ന്. അവിടെ നിന്ന് അന്നേരം തന്നെ 15 മിനിറ്റ് കൊണ്ട് അവരെ പുറത്തേക്ക് വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം അവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്. ഞങ്ങൾ വാടകയ്ക്ക് കിടക്കുന്നവർ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് നമ്മുടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പം നിങ്ങൾ ഇത് വന്നില്ലെങ്കിൽ ഇത് പുറത്തറിയത്തേ ഇല്ല. ഫൈസലിനെ മർദ്ദിച്ച ലഹരി സംഘത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ CPM ഇടപെടൽ ഉണ്ടായി എന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കുവാൻ CPMന്റെ പ്രമുഖ നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയതായും കോൺഗ്രസ് ആരോപണം. ഇടികിട്ടിപ്പാറയിൽ നിന്നും അക്രമി സംഘത്തിൽപ്പെട്ട് പോലീസുകാരെ നാട്ടുകാരെ വിളിച്ചു വരുത്തി പിടിച്ചുകൊടുത്ത 11 ആളുകളെ പോലീസ് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുവന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. അവരെ തൊട്ട് പിന്നാലെ വരുന്ന CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള നേതാക്കന്മാർ സ്റ്റേഷനിൽ നിന്നും വിടുതൽ ചെയ്യണമെന്ന് പോലീസിന്റെ മുന്നിൽ സമ്മർദ്ദവും ഭീഷണിയുമായി നിൽക്കുന്നു. ഒടുവിൽ പോലീസ് നിർവാഹമില്ലാതെ അവരെ വെളുപ്പിന് 3 മണിയോടുകൂടി ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ തയ്യാറാവാതെ ഇറക്കിവിടുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ഫൈസൽ 3 പേർക്കെതിരെ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവർക്കായി തിരച്ചിൽ തുടങ്ങിയെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് 18 തൊടുപുഴ.